നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയെ സോഷ്യൽ മീഡിയ വഴി അവഹേളിച്ച ബ്ലോഗർ ജാൻമണിക്കെതിരെ നടപടിയെടുക്കണമെന്ന് മഹിളാ മോർച്ച. സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. ഷൊർണൂരിൽ മഹിളാ മോർച്ച നേതാക്കൾ ഷൊർണൂർ ഡിവൈഎസ്പിക്കും സൈബർ സെല്ലിനും പരാതി നൽകി. സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം മയിലുംപുറത്ത് അക്രമകാരിയായ നായയുടെ ആക്രമണം. 9 നായക്കുഞ്ഞുങ്ങളെ കടിച്ചുകൊന്നു. 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റു. അക്രമകാരിയായ നായയെ കണ്ടെത്താനായില്ല. മുണ്ടൂർ കൂട്ടുപാതയിൽ യുവാവിനെ ഇരുമ്പു പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസ്. അയൽവാസിയായ പ്രതി 21-കാരനെതിരെ പോലീസ് കേസെടുത്തു. മഴവെള്ളക്കൊയ്ത്തിലൂടെ സുസ്ഥിര ഷൊർണൂർ ക്യാച്ച് ദി റെയിൻ പദ്ധതിക്ക് തുടക്കമായി. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെയെ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് ഷൊർണൂർ നഗരസഭ. പദ്ധതി നടപ്പിലാക്കുന്നത് അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെ. പദ്ധതിയുടെ ഔദ്യോഗിക പ്രചാരണ പോസ്റ്റർ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയ വഴി അവഹേളിച്ച ബ്ലോഗർ ജാൻമണിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച രംഗത്ത്. ഷൊർണൂരിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴി ബ്ലോഗർ ജാൻമണി അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശനം നടത്തിയത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ച രംഗത്തെത്തിയിരിക്കുന്നത്. ജാൻമണിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷൊർണൂരിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പിക്കും സൈബർ സെല്ലിനും പരാതി നൽകി. പ്രധാനമന്ത്രിയെ അവഹേളിച്ചാൽ അത് രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ജാൻമണിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ മഹിളാ മോർച്ച വ്യാപകമായി പ്രതിഷേധം ആരംഭിക്കുമെന്നും മഹിളാ മോർച്ച നേതാവും നഗരസഭാ കൗൺസിലറുമായ സിനി മനോജ് പറഞ്ഞു. ജാൻമണി എന്ന പേരുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വളരെ നിന്ദ്യവും നീചവുമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചു തരുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അതെന്ന് തെറ്റിദ്ധരിച്ച് ഒരാളും ഇനി രംഗത്ത് വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മഹിളാ മോർച്ച ഈ സംസ്ഥാനം ഒട്ടാകെ എല്ലാ സ്റ്റേഷനുകളിലും വ്യാപകമായി ഇന്ന് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അത് നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തെ അവഹേളിക്കുക എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്തരം ക്രൈമുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെതിരായുള്ള പരാതി ഞങ്ങൾ സൈബർ സെല്ലിലും കൂടാതെ ഇന്ന് ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലും രേഖാമൂലം നൽകിയിരിക്കുകയാണ്. സൈബർ സെല്ലിലേക്ക് ഞങ്ങൾ ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനുള്ള നടപടി ജാൻമണി നേരിടുക ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പാക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള കേസ് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കേരളം കാണേണ്ടി വരുമെന്നും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പരാമർശിക്കാൻ ഉദ്ദേശിച്ചു. സിനി മനോജിനൊപ്പം രേവതി, നിഷ, സുചിത്ര, ലേഖ, ബിന്ദു എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം മയിലുംപുറത്ത് അക്രമകാരിയായ നായ 9 നായക്കുഞ്ഞുങ്ങളെ കടിച്ചുകൊന്നു. മറ്റു 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റു. അക്രമകാരിയായ നായയെ കണ്ടെത്താൻ ഡോഗ് ക്യാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശവാസികളായ ചിലരുടെ പിന്നാലെ ഓടിയെങ്കിലും ഭാഗ്യം കൊണ്ടാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. മയിലുംപുറം ആലുംകുന്ന് ഭാഗത്താണ് ആക്രമ സ്വഭാവം പുറത്തെടുത്ത നായ ആശങ്കയായി മാറിയത്. കടിയേറ്റ 3 നായ്ക്കളെ ചികിത്സയ്ക്കും കുത്തിവയ്പ്പിനുമായി മൃഗാശുപത്രിയിലേക്ക് മാറ്റി. 1.5 മാസം മുൻപ് തോട്ടക്കരയിൽ 2 നായ്ക്കൾ ആക്രമ സ്വഭാവം പുറത്തെടുത്തിരുന്നു. ഇവ പ്രദേശവാസികളായ ചിലരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയിൽ ഒന്നിനെ പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ കടിയേറ്റ നായയാണ് ഇപ്പോൾ ഭീതി പരത്തുന്ന സംശയമാണ് ബലപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെയെ ലക്ഷ്യമിട്ട് ഷൊർണൂർ നഗരസഭ നടപ്പിലാക്കുന്ന ക്യാച്ച് ദി റെയിൻ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ തലത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല പദ്ധതിയുടെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു. മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിനുമായി അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെയാണ് നഗരസഭ ഈ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി KVR ഹൈസ്കൂളിൽ ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ജലപ്രതിജ്ഞയെടുത്തു. ഔദ്യോഗിക പ്രചരണ പോസ്റ്ററിന്റെ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും പൊതുസ്ഥലങ്ങളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ജനകീയ കൂട്ടായ്മകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കുക,
മഴവെള്ളം നേരിട്ട് കിണറുകളിലേക്ക് ഇറക്കി റീചാർജ് ചെയ്യുക തുടങ്ങിയ പ്രായോഗിക മാർഗങ്ങളാണ് ക്യാമ്പയിനിലൂടെ പങ്കുവയ്ക്കുന്നത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ വി അനുരാജ്, സൗമ്യ, CK സിന്ധു, രവീന്ദ്രൻ, സന്ധ്യ, സിനി മനോജ്, സെക്രട്ടറി PS രാജേഷ്, TA നിഖിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂർ കൂട്ടുപാതയിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ അയൽവാസിയായ 21-കാരനെതിരെ പോലീസ് കേസെടുത്തു. മുണ്ടൂർ കൂട്ടുപാത വിക്രമുണ്ടേശ്വര ക്ഷേത്രത്തിന് സമീപം പുനർജനി വീട്ടിൽ 32 വയസ്സുള്ള പ്രവീണിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുണ്ടൂർ മൂത്തേടം ഹൗസിൽ അഭിജിത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്കും 5:30ക്കും ഇടയിലാണ് സംഭവം. പ്രവീണിൻ്റെ അയൽവാസിയായ ശ്രീദേവി എന്ന പെൺകുട്ടിയുടെ കിടപ്പുമുറിയുടെ ജനലിൽ തട്ടിവിളിച്ച് പ്രതിയായ അഭിജിത്ത് നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു. ഭയന്നുപോയ പെൺകുട്ടി വിവരം ഉടൻ തന്നെ ഫോൺ മുഖേന പ്രവീണിനെ അറിയിച്ചു. തുടർന്ന് പുലർച്ചെ 5:30യോടെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പ്രവീൺ വീട്ടുപരിസരത്ത് നിന്ന അഭിജിത്തിനെ പിടികൂടാൻ ശ്രമിച്ചു. ഇതിനിടെ നിലത്ത് കിടന്നിരുന്ന ഇരുമ്പ് പൈപ്പ് എടുത്ത് പ്രതി പ്രവീണിൻ്റെ തലയിലും വലത് തോളിലും ക്രൂരമായി അടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പ്രവീണിൻ്റെ തലയ്ക്ക് ചുണ്ടുകൾക്കും ആഴത്തിൽ പരിക്കേൽക്കുകയും മുകൾ വരിയിലെ പല്ലിനും കാൽമുട്ടിലെ എല്ലിനും പൊട്ടലുണ്ടാവുകയും വലതു തോളിൻ്റെ കുഴ തെറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ സത്യജിത്ത് MS, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ രാജു നാരായണൻ, ASI ഷീബ, ASI സുനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ്, മഹേഷ്, ധന്യ എന്നിവർ നേതൃത്വം നൽകി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിവിധ കേസുകളിലെ പ്രതിയെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം കറുകുച്ചാൽ സ്വദേശി 48-കാരനായ നിശാന്തിനെയാണ് പിടികൂടിയത്. പ്രതി റിമാൻഡിൽ. ഗുജറാത്ത് സ്വദേശി അക്ഷയന്റെ ബാഗ് മോഷിച്ച കേസിലാണ് ഇപ്പോൾ കോട്ടയം കറുകുച്ചാൽ കാവിൽ വീട്ടിൽ 48-കാരനായ നിശാന്ത് പിടിയിലായിരിക്കുന്നത്. ഈ മാസം 28-ന് പുലർച്ചെ ട്രെയിൻ യാത്രയ്ക്കിടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ആലുവയിൽ നിന്നും ഗുജറാത്തിലേക്ക് വരാവൽ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ഗുജറാത്ത് സ്വദേശി അക്ഷയുടെ ബാഗാണ് മോഷണം പോയിരുന്നത്. തുടർന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കിയത്. 5000 രൂപ, 2 കുപ്പി വെളിച്ചെണ്ണ, മറ്റു സാധനങ്ങളും ബാഗിലുണ്ടായിരുന്നു. പ്രതിക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, അടിപിടി എന്നിവയിൽ കേസുകളുണ്ട്. നേരത്തെ ഒരു കൊലപാതകം നടത്തിയ കേസിൽ പ്രതി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SI അനിൽ മാത്യുവും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുവെ ഗതാഗത തിരക്കും അപകടകരവുമായ ഓടനൂർ ജംഗ്ഷൻ മങ്കര കാളികാവിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതോടെ തിരക്ക് ഇരട്ടിയായി. നടപടിക്കെതിരെ ശക്തമായ പരിഹാരം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. പാലക്കാട്, പറളി, ശാസ്തപുരം എന്നീ 4 റോഡുകളുടെ സംഗമ കേന്ദ്രമായ ഓടനൂർ ജംഗ്ഷനിൽ ഗതാഗത ക്രമീകരണത്തിനോ അപകടം കുറയ്ക്കാനോ ശാശ്വതമായ ഒരു പരിഹാരവും ഇല്ലാത്തത് നാട്ടുകാരെ പ്രതിഷേധത്തിലാക്കിയിട്ടുണ്ട്. കാളിക്കാവ് മങ്കര റൂട്ടിലോടുന്ന റൂട്ട് ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഓടന്നൂർ ജംഗ്ഷൻ വഴിയാണ് ഓടുന്നത്. ഗതാഗത തിരക്കിൽ വീർപ്പുമുട്ടുന്ന ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുന്നത് വലിയ ദുരിതമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണാർക്കാട് തെങ്കര പ്രദേശവാസികൾക്ക് ആശ്വാസമായി. മെഴുകുംപാറയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. മാസങ്ങളായി പ്രദേശത്ത് പുലിശല്യം ഉണ്ടായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവാക്കിയിരുന്നു. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 1 മാസം മുൻപാണ് വനം വകുപ്പ് പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചത്. പുലിയെ മണ്ണാർക്കാട് DFO ഓഫീസിലേക്ക് മാറ്റി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ ഫസ്റ്റ് യൂണിറ്റ് സമ്മേളനം മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്നു. ഷൊർണൂർ CDS ചെയർപേഴ്സൺ P. ജിഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റ് സമ്മേളനമാണ് മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചത്. ഷൊർണൂർ CDS ചെയർപേഴ്സൺ P. ജിഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണാണ്. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഔദ്യോഗിക കർത്തവ്യം എന്നിലേക്ക് തന്നെ വീണ്ടും വന്നു ചേർന്നത്. ഇവിടെ സീനിയർ സിറ്റിസന്റെ ഒരു സമ്മേളനം, യൂണിറ്റ് സമ്മേളനം ഇന്നിവിടെ നടത്തുക എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഇന്ന് ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ വളരെ ഉഷാറോടുകൂടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രായമായവർ ഒതുങ്ങിക്കൂടുന്ന ഈ കാലഘട്ടത്തിലും അങ്ങനെ വളരെ ഉത്സാഹത്തോടുകൂടി ആക്റ്റീവായി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പ്രദേശത്ത് ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത്. ഈ പ്രദേശത്ത് മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇങ്ങനെ സംഘടന
രൂപീകരിക്കുകയും അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഓരോ പ്രദേശത്തും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നതാണ് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയായ പ്രവർത്തനമാണ് ഈ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ പെൻഷനേഴ്സിന്റെ കൂട്ടായ്മയിലെ കൂടെയൊക്കെ നടത്തി വരുന്നത്. നമുക്കറിയാം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ മുണ്ടാട്ടം സൂചിപ്പിക്കുകയുണ്ടായി. 2023 ഈ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി എൻ മുണ്ടൻ സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ പി പത്മിനി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ, ട്രഷറർ എൻ ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി കെ ടി രാമേന്ദ്രൻ, ടി ആർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് കെ ലക്ഷ്മിക്കുട്ടി, സെക്രട്ടറി പി പരമേശ്വരൻ, ട്രഷറർ എൻ പി സരസ്വതി തുടങ്ങിയവരെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. UDF നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ യാത്രായിളവ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി മഹർഷി വിദ്യാമന്ദിറിൽ ഗ്രീൻ ക്യാമ്പസ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. PTA നേതൃത്വത്തിൽ 100 വിവിധ പ്രൊജക്ടുകളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുളപ്പള്ളി മഹർഷി വിദ്യാമന്ദിറിൽ ഗ്രീൻ ക്യാമ്പസ് പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്, ഗ്രീൻ ക്യാമ്പസ് എന്ന സന്ദേശത്തിലാണ് പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല നിർവഹിച്ചു. ക്ലീൻ ക്യാമ്പസ് എന്ന പേരിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സ്കൂള് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ PTA പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി വളരെയധികം ഇന്നത്തെ കാലത്ത് പ്രാധാന്യമർഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. നമുക്കറിയാം പ്രകൃതി ചൂഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മൂലം പ്രകൃതി ഇന്ന് വളരെയധികം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രവീന്ദ്രൻ, സിനി മനോജ്, ഷൊർണൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീന്ദ്രൻ, പട്ടാമ്പി എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥൻ വസന്തകുമാർ, പ്രിൻസിപ്പൽ അനിൽ പിള്ളൈ, PTA ഭാരവാഹികളായ അഡ്വക്കേറ്റ് വിനിത വിവേക്, MN സാജു, KN ജയേഷ്, KT സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രതിജ്ഞ ചൊല്ലലുമുണ്ടായിരുന്നു. വിവിധ വ്യക്തിത്വങ്ങൾക്കുള്ള ഉപഹാര വിതരണം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കലും നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. സ്കൂൾ PTA സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് 100 പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ വ്യത്യസ്തമായ 100 പ്രൊജക്ടുകളായിരിക്കും നടപ്പിലാക്കുക. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നിലവിലെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും ഇരട്ടി കുട്ടികളാക്കുകയാണ് ലക്ഷ്യമെന്ന് PTA ഭാരവാഹികൾ സൂചിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 4ാമത് ദമാം നവോദയ കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ EN സുരേഷ് ബാബു പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കർഷക സംഘം അഖിലേന്ത്യാ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഈ വർഷം നൽകുന്നത് കാർഷിക വിജ്ഞാന മേഖലയ്ക്കാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. ആഗസ്റ്റ് 2 ഒറ്റപ്പാലം കണ്ടേമ്പുറത്താണ് പുരസ്കാരദാന ചടങ്ങ്. വൈകുന്നേരം 3 മണിക്ക് CPIM PB അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ ബിജു കൃഷ്ണൻ പുരസ്കാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 4ാമത് ദമാം നവോദയ കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പാലക്കാട് എലവഞ്ചേരി ഷാബുമോൻ എസിന് സമർപ്പിക്കും. കാർഷിക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയെ മുൻനിർത്തി പ്രത്യേക പുരസ്കാരത്തിന് പിണറായി പഞ്ചായത്ത് പ്രവാസി, തളിർ കൃഷിക്കൂട്ടം, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ, പാലക്കാട് ആലത്തൂർ നിറ സമഗ്ര കാർഷിക വികസന പദ്ധതി എന്നിവർക്ക് സമർപ്പിക്കും. 2023 മുതൽ ദമാം നവോദയ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ അവാർഡ് നൽകി വരുന്നുണ്ട്. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 2 രാവിലെ 9:30 നടക്കുന്ന നവോദയ കുടുംബ സംഗമം K ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുത്തുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കേരളത്തിന്റെ മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് കോടിയേരിയുടെ പേരിലുള്ള സമഗ്ര സംഭാവന അവാർഡ് ഇത്തവണ 4ാമത്തെ അവാർഡ് ദാനം കാർഷിക മേഖലയെ രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തവണ ആ മേഖലയിൽ നിന്ന് വ്യക്തികളെ അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ
സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് മേഖലയിലുള്ള സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നവോദയ പൊതുവെ വലിയ രൂപത്തിലുള്ള ഇടപെടലുകളാണ് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനം പൊതുവെ നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് നവയോധ പോലുള്ള പ്രവാസി സാംസ്കാരിക സംഘടനകൾ വലിയ രൂപത്തിൽ സഹകരമായി നിൽക്കുന്നുണ്ട്. ഇവിടെ ദമാം കേന്ദ്രീകരിച്ച നവോദയ എന്ന സാംസ്കാരിക പ്രസ്ഥാനം കുടുംബ സംഗമത്തോടനുബന്ധിച്ച് നാടകഗാനങ്ങളും ഉണ്ടായിരിക്കും. കുടുംബ സംഗമത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുൻകാല നവോദയ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. EN സുരേഷ് ബാബുവിനെ കൂടാതെ രക്ഷാധികാരി ഷാഹിദ ഷാനവാസ്, കൺവീനർ മോഹനൻ വെള്ളിനേഴി, അജിത് വടകര, PN ബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവന്ദനത്തിന്റെ ഭാഗമായി ഷൊർണൂർ ഉപജില്ല ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ വിരമിച്ച അധ്യാപകനും സംഗീതജ്ഞനും നർത്തകനും വാർത്താ അവതാരകനുമായ ചന്ദ്രശേഖരൻ കോട്ടിനെ അദ്ദേഹത്തിന്റെ ഷൊർണൂരിലെ വസതിയിൽ വെച്ച് ആദരിച്ചു. സംഘടനാ സംസ്ഥാന സമിതി അംഗം രമേശ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദരവ് നൽകിയത്. സംഘടനാ സംസ്ഥാന സമിതി അംഗം രമേശ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ഗുരുവന്ദനം ഫലകം നൽകി അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അധ്യാപകരായ രാമദാസ്, സതീഷ്, അധ്യാപികമാരായ മീര, ചിത്ര, ലിഖിത, നിഷ, രേവതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് വായ്പാ മേള സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ഏരിയയിലെ 7 ബ്രാഞ്ചുകൾ സംയുക്തമായി സംഘടിപ്പിച്ച വായ്പാ മേള കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ ലളിതമായ വ്യവസ്ഥയിൽ വായ്പ ലഭ്യമാക്കുന്നുണ്ട് എന്നതാണ് ബന്ധപ്പെട്ടവരെല്ലാം ഇവിടെ സൂചിപ്പിച്ചത്. നമുക്കറിയാം, വായ്പ എടുക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാവരെയും സംബന്ധിച്ച് അത് എളുപ്പമുള്ള കാര്യമാണ്. സമൂഹത്തിലെ 90% ആളുകൾ വായ്പ എടുക്കുന്നുണ്ട്. ചിലർ പലിശ കണക്കാക്കുന്നത് മാസത്തിലാണ്, ബാങ്ക് പലിശ കണക്കാക്കുന്നത് കൊല്ലത്തിലാണ്. ഇങ്ങനെയൊക്കെ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വട്ടിപ്പലിശക്കാരിൽ നിന്ന്, കൊള്ളപ്പലിശക്കാരിൽ നിന്ന്, ദിവസം എന്ന മട്ടിൽ ആഴ്ചക്കാരിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കേരള ബാങ്കിന്റെ ലോണുകളെക്കുറിച്ച് വിശദീകരിക്കാനും പുതിയ സംരംഭകർക്ക് വായ്പ അനുവദിക്കുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാനത്തുടനീളം നടന്നുവരുന്ന വായ്പാമേളയാണ് ഒറ്റപ്പാലത്ത് നടന്നത്. കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ മാനേജർ O സാബു MSM ഈ വായ്പകളെക്കുറിച്ച് പദ്ധതി വിശദീകരണം നടത്തി. ഡെപ്യൂട്ടി സെൻട്രൽ മാനേജർ സുമാ ഹർഷൻ, ഒറ്റപ്പാലം നഗരത്തിലെ CDS ചെയർപേഴ്സൺമാരായ ലത, സുജിത, ഏരിയ മാനേജർ മുഹമ്മദ് അഷറഫ് എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇടപാടുകാരും മേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ സമിതിയുടെയും ശ്രീ മുതലപ്പാറ ഭഗവതി ക്ഷേത്ര സമിതിയുടെയും നേതൃത്വത്തിൽ അമ്പലപ്പാറ ശ്രീ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആഗസ്റ്റ് മാസം 16-ാം തീയതി സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി രാമായണ പാരായണം, പ്രശ്നോത്തരി, ചിത്രരചന, പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും. രാമായണീയം 2026 എന്ന നാമധേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഓഗസ്റ്റ് 16 കാലത്ത് 5:30 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കും. 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി രാവിലെ 8:30 മുതൽ 10 വരെ ചിത്രരചനാ മത്സരം, രാവിലെ 10:15 മുതൽ 11:15 വരെ രാമായണ പ്രശ്നോത്തരി മത്സരം, 11:30 മുതൽ രാമായണ പാരായണ മത്സരം, 11:30 മുതൽ പ്രസംഗ മത്സരം എന്നിവ നടത്തുന്നതായിരിക്കും. തുടർന്ന് വൈകുന്നേരം 2:30 കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ RK മേനോന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് ഇന്ദിര ഉദ്ഘാടനം ചെയ്യും. സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് 5002 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്ന ശ്രേഷ്ഠ പുത്രി അവാർഡുകൾ ആൺപെൺ വിഭാഗങ്ങളിൽ ഓരോരുത്തർക്ക് 2501 രൂപ വീതം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് മാസം 16-ാം തീയതി വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വേണ്ടി 18ാമത് രാമായണീയം 2026 എന്ന പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടി പരിപാടികൾക്ക് ആരംഭം കുറിക്കുകയാണ്. 8:30 മുതൽ ചിത്രരചനാ മത്സരങ്ങളും
രാമായണ പാരായണ മത്സരവും പ്രശ്നോത്തരിയും പ്രസംഗ മത്സരവും നടക്കുന്നു. സാംസ്കാരിക സമ്മേളനം വൈകിട്ട് 2:30 മുതൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ ശ്രീ RK മേനോൻ അവരുടെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീമതി ഇന്ദിര അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് 5002 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്ന ശ്രേഷ്ഠപുത്ര ശ്രേഷ്ഠപുത്രി അവാർഡുകൾ സമ്മാനിക്കുന്നതായിരിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് RK മേനോൻ, സംയോജിക ശ്രുതി ശ്രീജിത്ത്, സഹസംയോജകൻ അഡ്വക്കേറ്റ് തോട്ടത്തിൽ ഗോപാലൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. കോരിച്ചൊരിയുന്ന മഴയത്തും നിരവധി ഭക്തരാണ് വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാഭഗവത്സേവ, ഗജപൂജ, അപ്പമൂടൽ, ആനയൂട്ട് ചടങ്ങുകൾ ഭക്തിയാദരപൂർവ്വം നടന്നു. ചൊവ്വാഴ്ച രാവിലെ 5:30 മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. 1008 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം. തുടർന്ന് പ്രത്യക്ഷ ഗജപൂജയും 9:15 ആനയൂട്ടും ആരംഭിച്ചു. തുടർന്ന് വഴിപാടുകൾ നടത്തിയ ഭക്തജനങ്ങൾക്കും ആനയൂട്ട് കർമ്മം നിർവഹിക്കാൻ അവസരം നൽകിയിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ചടങ്ങുകളിലായി പങ്കെടുക്കാനെത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്തെ ശങ്കരനുണ്ണി നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജാതി കർമ്മങ്ങൾ നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. വേൾഡ് കപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആരാധകർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. ഫ്ലെക്സുകൾ നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടറും ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും ചില ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും വായനശാലകളും ക്ലബ്ബുകളിലുമെല്ലാം നമ്മുടെ ലോകത്തിലെ 1-ാം നമ്പർ കളിക്കാരുടെ ഫോട്ടോകൾ, ഫ്ലെക്സ് റോഡിൽ വ്യാപകമായിട്ട് പൊതുയിടങ്ങളിലുണ്ട്. വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ ഞാൻ പറയുകയാണ്, ഈ ബോർഡുകളെല്ലാം നമ്മൾ കളി കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെല്ലാം മാറ്റി നമ്മുടെ പൊതുഗതാഗതത്തിന് യോഗ്യമാകുന്ന രീതിയിലും അനുയോജ്യമായ രീതിയിൽ അത് ബോർഡുകൾ എടുത്തു മാറ്റണം. ഇതൊരു അറിയിപ്പായതുകൊണ്ട്, റിക്വസ്റ്റ് ആയതുകൊണ്ട് സഹകരിക്കണം. നമ്മുടെ പഞ്ചായത്തിലെ ഈ ലോകകപ്പ് ഫുട്ബോളിന് വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന് സഹകരിക്കണമെന്ന് എല്ലാ ക്ലബ്ബ് ഭാരവാഹികളോടും എല്ലാ ഫുട്ബോൾ പ്രേമികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ലോകം 40ഓളം ദിവസങ്ങൾ കാൽപന്തിൻ്റെ ലഹരിയിലായിരുന്നു. നമ്മൾ ഏറ്റവും അധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കായിക പ്രേമികൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായിട്ടുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ബ്രസീലിയൻ ആരാധകനായതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കായിക പ്രേമികൾ ആവേശത്തോടുകൂടി നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഫ്ലെക്സുകൾ സ്ഥാപിച്ചു. ഇനി നമുക്കത് ഉടൻ തന്നെ എടുത്തു മാറ്റി ആ കടുകുറ്റൻ ഫ്ലെക്സുകളാണ് നമ്മളെല്ലാം സ്ഥാപിച്ചത്. 100 കോടിയും 200 കോടിയും ഒക്കെ വലുപ്പമുള്ള ഫ്ലെക്സുകളാണ്. അതൊക്കെ അർഹതപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഉപകാരമാകുമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷെ സത്യം പറയട്ടെ, ഈ ഫ്ലക്സുകളെല്ലാം നമ്മുടെ മണ്ണിന്, ഈ പ്രകൃതിക്ക് നമുക്ക് തന്നെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സ്നേഹിച്ചുവോ ഈ ഫുട്ബോളിനെ, അതേപോലെ ഈ മണ്ണിനെയും സ്നേഹിക്കേണ്ടവരല്ലേ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്ക് മുമ്പിലുള്ള നമ്മൾ വെച്ച ഫ്ലക്സുകൾ എത്രയും വേഗം മാറ്റി നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയെ സോഷ്യൽ മീഡിയ വഴി അവഹേളിച്ച ബ്ലോഗർ ജാൻമണിക്കെതിരെ നടപടിയെടുക്കണമെന്ന് മഹിളാ മോർച്ച. സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. ഷൊർണൂരിൽ മഹിളാ മോർച്ച നേതാക്കൾ ഷൊർണൂർ ഡിവൈഎസ്പിക്കും സൈബർ സെല്ലിനും പരാതി നൽകി. സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം മയിലുംപുറത്ത് അക്രമകാരിയായ നായയുടെ ആക്രമണം. 9 നായക്കുഞ്ഞുങ്ങളെ കടിച്ചുകൊന്നു. 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റു. അക്രമകാരിയായ നായയെ കണ്ടെത്താനായില്ല. മുണ്ടൂർ കൂട്ടുപാതയിൽ യുവാവിനെ ഇരുമ്പു പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസ്. അയൽവാസിയായ പ്രതി
21കാരനെതിരെ പോലീസ് കേസെടുത്തു. മഴവെള്ളക്കൊയ്ത്തിലൂടെ സുസ്ഥിര ഷൊർണൂർ ക്യാച്ച് ദി റെയിൻ പദ്ധതിക്ക് തുടക്കമായി. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെയെ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് ഷൊർണൂർ നഗരസഭ. പദ്ധതി നടപ്പിലാക്കുന്നത് അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെ. പദ്ധതിയുടെ ഔദ്യോഗിക പ്രചാരണ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.